ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് കിട്ടി കേട്ടോ. അപ്പൊ കറണ്ട് കിട്ടിയ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർ പോയി കാണണം കേട്ടോ. അതിൽ നമ്മുടെ ഫാന് ഓടുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടിക്കാനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഫാൻ എടുത്തത്, പക്ഷെ പാളിപ്പോയി കേട്ടോ. അപ്പൊ അത് ഓടുണ്ടായിരുന്നില്ല. അപ്പോഴാ മനസ്സിലായി നമ്മുടെ ഫാൻ കംപ്ലൈന്റ് ആണ്. ഇതില് ഓടില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇടുമ്പോ ഒരു ചെറിയൊരു മൂളിച്ച സൗണ്ടിന്റെ ചെറിയൊരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ. കറങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്റ്റൻഷൻ ബോക്സിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഓണാണ്. ഞാൻ ഫാനിന്റെ വയറാണിത്. കുത്തിയിട്ട് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ് കത്തിനുണ്ടോ? അപ്പൊ സംഭവം ഓണാണ് കേട്ടോ. ഇനി ഇതിന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഇത് ഓണാക്കി തരാം. കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? ചെറിയൊരു മൂളച്ച മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വർക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ ഒരു സംശയം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റർ അടിച്ചു പോയി എന്നാണ് കേട്ടോ. സംശയം മാത്രമാണ്. അപ്പൊ ഇതെന്തായാലും അഴിച്ച് പണിയണം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. റൂമിൽ വെച്ച് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൊടിയായിരിക്കും. പിന്നെ ഒന്നാമത് വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. അത്ര വെളിച്ചമൊന്നും ഇല്ലല്ലോ. ഇവിടെയാണെങ്കിൽ സ്വസ്ഥമായി കംഫർട്ടായി അയക്കാമല്ലോ. അപ്പൊ നമ്മൾ കപ്പാസിറ്റർ ആണ് ആദ്യമായിട്ട് അഴിക്കേണ്ടത്. അഴിച്ച് നോക്കണ്ട കേട്ടോ. നമ്മുടെ ഈ ഒരു സ്വിച്ച് കണ്ടോ, ഇവിടെ ആയിരിക്കും നമുക്ക് കപ്പാസിറ്റർ വരിക. അതിന്റെ നട്ട്, ഈ ഫാനിന്റെ നട്ട് വരുന്നത് ബാക്കിലാണ് കേട്ടോ. ഇതിന്റെ ബാക്കിലാണ് കാണുന്നില്ല. ചില ഫാനിന്റെ ഫ്രണ്ടിലും വരും കേട്ടോ, പക്ഷെ ഇതിന്റെ ബാക്കിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അഴിച്ചു നോക്കാം. നമ്മളെല്ലാം നെട്ടും എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. നമ്മളെല്ലാം നെറ്റും അഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കാണുന്നുണ്ടോ, ഇതാണ് കപ്പാസിറ്റർ കേട്ടോ. അപ്പൊ ഇതാണോ നമ്മൾ പോയി എന്ന് സംശയിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് അഴിച്ച് പണിയേണ്ടത്. ഇത് പോയോ ഇല്ലേന്ന് നമുക്ക് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാണ്ടോ ഇൻസുലേറ്ററിൻ്റെ ടാപ്പ് വെച്ച് ഒട്ടി വെച്ചിരിക്കുകയാണ്. അത് ആദ്യം അയക്കണം. നമ്മൾ ആ ഇൻസുലേഷൻ ടാപ്പ് മാറ്റിയപ്പോൾ ഇതൊക്കെ ഉണ്ടോ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കട്ടിംഗ് പ്ലെയർ ഒന്നും ഇല്ല കേട്ടോ മുറിച്ചെടുക്കാൻ. നമ്മുടെ കയ്യിൽ ആകെ ഈ ടെസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടി അപ്പം നമുക്കിത് വലിച്ച് പൊട്ടിക്കാൻ നിവർത്തിയുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇത് രണ്ടാക്കണല്ലേ. നമ്മൾ അതിസാഹസികമായി അത് വേർപെടുത്തിയിരിക്കുന്നു കേട്ടോ. കണ്ടോ, ഇനി കാണുന്നത് ഇതുണ്ടോ, ഈ കപ്പാസിറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു നട്ട് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് അഴിച്ചെടുക്കണം. നമ്മളിതാ കപ്പാസിറ്റർ അഴിച്ചെടുത്തു കേട്ടോ. അപ്പൊ ഇനി ഇത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയണം. നമുക്കിത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ചെക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ കപ്പാസിറ്റർ വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പ്ലഗിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക കേട്ടോ. കൂട്ടിമുട്ടിക്കുമ്പോൾ ടിക് ടിക് വേണ്ടി രണ്ട് സ്പാർക്ക് വന്നെങ്കിൽ അത് വർക്കിംഗ് ആണെന്ന് അർത്ഥം. ഇതുണ്ടോ, ഇപ്പൊ സ്പാർക്ക് വരുന്നില്ല. സംഭവം ഇത് അടിച്ചു പോയി എന്നാണ് അർത്ഥം കേട്ടോ. ഇത് നമ്മുടെ പുതിയ കപ്പാസിറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇത് വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതങ്ങനെ സ്പാർക്ക് വന്നപ്പോ ഇത് വർക്കിംഗ് ആണെന്നാണ് കേട്ടോ. ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ. കണ്ടില്ലേ, ഇപ്പൊ സ്പാർക്ക് വന്ന്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് വർക്കിംഗ് ആണ്. ഇത് വർക്കിംഗ് അല്ല. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ കപ്പാസിറ്റർ ഇല്ലേ, ഇത് നമുക്ക് ഫാനില് ഇത് വെച്ച് പോലെ ഘടിപ്പിക്കാം. നമുക്ക് ഇത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇതിലുള്ള വയറും ഈ കപ്പാസിറ്ററിലുള്ള വയറും കൂടിയിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വയറ് ഇതും അതുപോലെ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ കപ്പാസിറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ജോയിന്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കപ്പാസിറ്റർ എല്ലാം നമ്മൾ എല്ലാവിടെയും സേഫ്റ്റി ആക്കിയിട്ട് ഇൻസുലേഷൻ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇനി പഴയ പോലെ നമ്മൾ എങ്ങനെ ഇരുന്നു അതുപോലെ അതിലേക്ക് തന്നെ റീസെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പാസിറ്ററൊക്കെ പഴയ പോലെ തന്നെ വെച്ചിട്ട് എല്ലാം റീസെറ്റ് ചെയ്ത് പഴയ പോലെ അടിപൊളിയാക്കി കേട്ടോ. അപ്പം നമുക്ക് ഇനി ലോഡുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഓടിയിട്ട് ഇത്രയുള്ള സംഭവം. നമ്മുടെ കപ്പാസിറ്ററിന്റെ കേടന്നെ ആയിരുന്നു. നമ്മൾ കപ്പാസിറ്റർ മാറ്റിയപ്പോൾ കാര്യം കഴിഞ്ഞു. വെറും 30 രൂപ കൊണ്ടാണ് നമ്മൾ ഈ ഫാൻ നേരാക്കിട്ടോ. സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അടുത്ത വീഡിയോ കഴിഞ്ഞായിരിക്കും. ബൈ. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഫാൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കടയിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറ്റുമോ, ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാട്ടോ, ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക് പറ്റുമോ ഇല്ലേ എന്ന്. നമുക്ക് ഇതിന് ഒരുപാട് ടൂൾസ് ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. കട്ടിംഗ് പ്ലെയർ പോലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. വെറും ഈ ടെസ്റ്ററും പിന്നെ 30 രൂപൻ്റെ കപ്പാസിറ്റർ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സംശയം വെച്ച് നമ്മൾ ചെയ്തപ്പോൾ സെറ്റായി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്